പൊതുതെരഞ്ഞെടുപ്പിന്റെ തീയതി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് കാത്തിരിക്കേണ്ടത്. ഉച്ചയ്ക്ക് 3 മണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനായി പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഡൽഹി വിജ്ഞാൻ ഭവനിൽ വാർത്താ സമ്മേളനം നടക്കും. ഗൗതം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. എത്ര ഘട്ടമായി, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പ് കടന്നു വരുമെന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നതിനൊപ്പം അറിയേണ്ടത് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി ഈ ഘട്ടത്തിൽ കടക്കുമെന്നാണ്. അക്കാര്യത്തിൽ എന്തെങ്കിലും സൂചന വരുന്നുണ്ടോ ഗൗതം? ഉമേഷ്, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ജമ്മു കാശ്മീർ സന്ദർശിച്ച് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും അതോടൊപ്പം തന്നെ പൗരപ്രമുഖരുടെയും എല്ലാം നിലപാടുകൾ ആരാഞ്ഞിരുന്നു. കാരണം ജമ്മു കാശ്മീരിന്റെ സാഹചര്യം നമുക്കറിയാവുന്നതാണ്. 2015 അവിടെ അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെയും PDP-യുടെയും സഖ്യം അധികാരത്തിലേറുകയും പിന്നീട് 2017 ആകുമ്പോഴേക്കും ആ സഖ്യം വഴിപിരിയുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതി കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം പാർലമെന്റിൽ മരവിപ്പിക്കുകയും ഒപ്പം ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി വിഭജിക്കുകയും ചെയ്തിരുന്നു. ലഡാക്ക് അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ എന്ന 2 പ്രദേശമായി. അതിനുശേഷം പിന്നീട് അവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. കാരണം ആർട്ടിക്കിൾ 370 മരവിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും എടുക്കേണ്ട ചില നടപടിക്രമങ്ങൾ, മുൻകരുതലുകൾ അതെല്ലാമുണ്ട്. അതോടൊപ്പം തന്നെ ലഡാക്കും ജമ്മു കാശ്മീരും രണ്ടായതോടുകൂടി പിന്നീട് മണ്ഡല പുനർനിർണയം, അതോടൊപ്പം തന്നെ മണ്ഡലങ്ങൾ വീണ്ടും വ്യത്യസ്തമായ രീതിയിൽ കൂട്ടിച്ചേർക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ജമ്മു കാശ്മീരിലുണ്ടായിരുന്നു. അതാണ് ഈ കാലതാമസം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ മണ്ഡല പുനർനിർണയം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ജമ്മു കാശ്മീരിലും അതോടൊപ്പം തന്നെ കശ്മീർ ബെൽറ്റിലും അതോടൊപ്പം തന്നെ ജമ്മു മേഖലയിലുമെല്ലാം പോപ്പുലേഷൻ ആനുപാതികമായി തന്നെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ മണ്ഡല പുനർനിർണയം പൂർത്തിയായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇനിയും ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താം എന്നുള്ളതാണ്. കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളും നിലപാട് വ്യക്തമാക്കിയത് ലോക്സഭയ്ക്കൊപ്പം തന്നെ ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നതാണ്. അതിനെ എതിർത്തുകൊണ്ട് ചില നിലപാടുകളും ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നിലപാടാണ് ഇതിൽ കൈക്കൊണ്ടിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് വ്യക്തമല്ല. അടുത്തിടെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിവിധ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തുകയും അതിൽ അന്തിമ വിധി പ്രസ്താവം നടത്തുമ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് ഈ വർഷം ഡിസംബറിന് മുൻപ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നതാണ്. അതിനാൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വർഷം തന്നെ ഡിസംബർ വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ സമയമുണ്ട്, കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമയമുണ്ട്. അതിനാൽ വളരെ വേഗത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയേ മതിയാകൂ എന്നൊരു സാഹചര്യമില്ല. പക്ഷേ ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികൾക്കും വരുന്ന തിരഞ്ഞെടുപ്പ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അവിടെ ആഭ്യന്തര കലാപം, സംഘർഷമൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമോ എന്ന സാഹചര്യം കൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും നിശ്ചയിച്ച പോലെ തന്നെ സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ തന്നെയാണോ തീരുമാനം? അതിനെന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ അരുണാചൽ പ്രദേശിനെ സംബന്ധിച്ച്? ഉമേഷ്, ഈ അരുണാചൽ പ്രദേശ്, സിക്കിം, അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ്, ഒഡീഷ 4 സംസ്ഥാനങ്ങളാണ് നിലവിൽ ലോക്സഭയ്ക്കൊപ്പം നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2019 വരെയാണെങ്കിൽ തെലങ്കാനയിലും അങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ്. പക്ഷേ 2018 തെലങ്കാനയിൽ BRSന്റെ സർക്കാർ അവിടെ നിയമസഭ പിരിച്ചുവിടുകയും 5 സംസ്ഥാനങ്ങൾക്കൊപ്പം, അതായത് 2018 അവസാനം നടന്ന മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തെലങ്കാന തെരഞ്ഞെടുപ്പ് കൂടി നടത്തിയത് കൊണ്ടാണ്. അതല്ലെങ്കിൽ തെലങ്കാനയിലും ഈ ലോക്സഭയ്ക്കൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭയിലേക്ക് ഈ 4 സംസ്ഥാനങ്ങളെ ഉള്ളൂ. നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള അരുണാചൽ, അതോടൊപ്പം തന്നെ സിക്കിം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ 4 സംസ്ഥാനങ്ങളാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭയ്ക്കൊപ്പം തന്നെ ഉണ്ടാകും. അതിൻ്റെ പ്രഖ്യാപനവും ഉണ്ടാകും. കാരണം വൺ നേഷൻ വൺ പോൾ എന്നത് ഒരു അജണ്ടയായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിനോടാണ് താല്പര്യം. ഇന്നലെ ഈ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്താം എന്നതിനെപ്പറ്റി പഠനം നടത്തിയ മുൻ രാഷ്ട്രപതി കൂടിയായിട്ടുള്ള രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിലുള്ള ഉന്നതാധികാര സമിതി ഇന്നലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്നത് 2029 19ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ നടത്തണം എന്നുള്ളതാണ്. അതിനാൽ തന്നെ
ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പവും ഈ 4 സംസ്ഥാനങ്ങളുടെയും തീയതികൾ പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ജമ്മു കശ്മീർ കൂടി ഉണ്ടാകുമോ എന്ന ചോദ്യചിഹ്നം മാത്രമാണ് ഉയരുന്നത്. മണിപ്പൂരിൽ ആഭ്യന്തര സംഘർഷം നടക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. അതിനാൽ മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമോ എന്നത് സംബന്ധിച്ചുള്ള ആലോചനകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മണിപ്പൂർ സംബന്ധിച്ചുള്ള അന്തിമമായ തീരുമാനവും നമുക്ക് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നടത്തുന്ന വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാകും. ഉമേഷ്. യെസ്, എന്തായാലും ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതിയും ഘട്ടവും അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. ഗൗതമാണ് ഡൽഹിയിൽ നിന്ന് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.